ഹലോ ഫ്രണ്ട്സ്, ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ സ്ഥിര ജോലി കേരളത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് വേണ്ടി കയർ ബോർഡാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ്, +2, ഡിഗ്രി തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. 25,500 രൂപ മുതൽ 1,77,500 രൂപ വരെ പേ സ്കെയിൽ വരുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായ യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായി വരുന്നതെങ്കിൽ തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്, ഏജ് ലിമിറ്റ്, സാലറി, ക്വാളിഫിക്കേഷൻ, എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയ വിവരങ്ങൾ നോക്കാം. കേന്ദ്ര സർക്കാർ സ്ഥിരജോലി കേരളത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് വേണ്ടി കയർ ബോർഡാണ് നിരവധി പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് മെഷീൻ ഓപ്പറേറ്റർ. ഈ പോസ്റ്റിലേക്ക് പേ സ്കെയിൽ വരുന്നത് 19,900 രൂപ മുതൽ 63,200 രൂപ വരെയാണ്. ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. OBC വിഭാഗത്തിനാണ് ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ITI ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഫിറ്റർ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. 35 വയസ്സ് വരെയാണ് ഈ പോസ്റ്റിലേക്ക് മാക്സിമം ഏജ് ലിമിറ്റായി വരുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് ട്രെയിനിങ് അസിസ്റ്റന്റ് ആണ്. 19,900 രൂപ മുതൽ 63,200 രൂപ വരെയാണ് ഈ പോസ്റ്റിലേക്ക് പേ സ്കെയിൽ വരുന്നത്. 3 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. SC വിഭാഗത്തിന് 1 ഒഴിവ്, OBC വിഭാഗത്തിന് 2 ഒഴിവുകളാണ്. കൂടാതെ ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയായി വരുന്നത് SLC അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ അഡ്വാൻസ്ഡ് ട്രെയിനിങ് കോഴ്സ് കണ്ടക്റ്റഡ് ബൈ നാഷണൽ കയർ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെൻറ്റർ നടത്തുന്ന കോഴ്സ് പാസ്സായിരിക്കണം. 30 വയസ്സ് വരെയാണ് ഈ പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് സെയിൽസ്മാൻ ആണ്. 19,900 രൂപ മുതൽ 63,200 രൂപയാണ് ഈ പോസ്റ്റിലേക്ക് പേ മെട്രിക്സ് ലെവൽ വരുന്നത്. 5 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. OBC വിഭാഗത്തിന് 3 ഒഴിവ്, SC 1, ST 1 എന്നിങ്ങനെയാണ് നിലവിൽ വേക്കൻസികൾ. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയായി വരുന്നത് SLC അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ നോളജ് ഓഫ് ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി, കൂടാതെ 30 വേർഡ് പെർ മിനിറ്റ് ടൈപ്പിംഗ് ഇംഗ്ലീഷിൽ ആവശ്യമാണ്. കൂടാതെ ഈ പോസ്റ്റിലേക്ക് 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. ഈ പോസ്റ്റിലേക്കും പേ ലെവൽ വരുന്നത് 19,900 രൂപ മുതൽ 63,200 രൂപയാണ്. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയായി വരുന്നത് SLC അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ 30 വേർഡ് പെർ മിനിറ്റ് ടൈപ്പ് റൈറ്റിംഗും ഈ പോസ്റ്റിലേക്ക് ആവശ്യമാണ്. 25 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. നിങ്ങൾ PSC പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണോ? നിങ്ങളുടെ സ്വപ്ന ജോലി നേടുവാനുള്ള പരിശ്രമത്തിനാണോ നിങ്ങൾ? എങ്കിൽ ഇതാ നിങ്ങളുടെ PSC പഠനം തികച്ചും ആയാസരഹിതമാക്കുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. അൺഅക്കാഡമി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ക്ലാസുകളാണ് അൺഅക്കാഡമി നിങ്ങൾക്കായി ആരംഭിച്ചിരിക്കുന്നത്. അൺഅക്കാഡമിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയും ഒരു കോഴ്സ് ഇപ്പോൾ അൺഅക്കാഡമിയിൽ നടക്കുന്നുണ്ട്. ദൗത്യം എന്നാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത്. നിങ്ങൾക്ക് ഈ കോഴ്സുകൾ എല്ലാം തന്നെ 10% ഡിസ്കൗണ്ട് ലഭിക്കുവാനായി ഞങ്ങളുടെ കോഡായ ASB10 എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ LDC മെയിൻ എക്സാമിന് വേണ്ടി 10th ലെവൽ ന്യൂ സിലബസ് അടിസ്ഥാനമാക്കി 90 ദിവസത്തെ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. ജേതാവ് എന്നാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത്. ഈ കോഴ്സുകൾ കൂടാതെ 12th ലെവൽ മെയിൻ എക്സാമിന് വേണ്ടി 100 ദിവസത്തെ ഒരു കോഴ്സും അൺഅക്കാഡമി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 8-നാണ് ഈ കോഴ്സ് ആരംഭിച്ചത്. നേരത്തെ ഈ കോഴ്സ് ആരംഭിച്ചെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇനിയും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ദിശ എന്നാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് ഹിന്ദി ടൈപ്പിസ്റ്റ് ആണ്. ഈ പോസ്റ്റിലേക്കും പേ സ്കെയിൽ വരുന്നത് 19,900 രൂപ മുതൽ 63,200 രൂപയാണ്. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വേക്കൻസി ST വിഭാഗത്തിന് റിസർവ് ചെയ്തിരിക്കുന്നു. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ SLC കൂടാതെ ടൈപ്പ് റൈറ്റിംഗും ആവശ്യമാണ്. 30 വയസ്സുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് മെക്കാനിക് ഗ്രേഡ് 2 ആണ്. ഈ പോസ്റ്റിലേക്ക് പേ സ്കെയിൽ വരുന്നത് 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ്. ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വേക്കൻസി SC വിഭാഗത്തിനാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് KGDT അല്ലെങ്കിൽ MGTE ഹയർ വർക്ക്ഷോപ്പ് മെക്കാനിക് അല്ലെങ്കിൽ ITI ഇൻ ട്രേഡ് ഓഫ് മെക്കാനിക് ആണ് വിദ്യാഭ്യാസ യോഗ്യതകളായി വരുന്നത്. ഈ പോസ്റ്റിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ്. ഈ പോസ്റ്റിലേക്ക് പേ സ്കെയിൽ വരുന്നത് 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ്.
4 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. OBC വിഭാഗത്തിന് 2 ഒഴിവ്, ST 1, SC 1 ഇങ്ങനെയാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് SLC അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ 100 വേർഡ് പെർ മിനിറ്റ് ഇൻ ഷോർട്ട് ഹാൻഡ്, കൂടാതെ 40 വേർഡ് പെർ മിനിറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗും ആവശ്യമാണ്. ഈ പോസ്റ്റിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് അപ്പർ ഡിവിഷൻ ക്ലർക്കാണ്. 25,500 രൂപ മുതൽ 81,100 രൂപ വരെയാണ് പേ സ്കെയിൽ വരുന്നത്. 4 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ വിഭാഗത്തിന് 2 ഒഴിവ്, OBC 1, ST 1 ഇങ്ങനെയാണ് നിലവിൽ വേക്കൻസികൾ. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയായി വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. കൂടാതെ ഈ പോസ്റ്റിലേക്ക് 1 വർഷത്തെ കമ്പ്യൂട്ടർ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഈ പോസ്റ്റിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 27 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് ആണ്. ഈ പോസ്റ്റിലേക്ക് പേ സ്കെയിൽ വരുന്നത് 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയാണ്. 9 വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ വിഭാഗത്തിന് 5, OBC 3, SC 1 ഇങ്ങനെയാണ് നിലവിൽ വേക്കൻസികൾ. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയായി വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ബിരുദമുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. ഈ പോസ്റ്റിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 28 വയസ്സാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് ഷോറൂം മാനേജർ ഗ്രേഡ് 3 ആണ്. ഇതിലേക്ക് മന്ത്ലി സാലറി വരുന്നത് 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയാണ്. 4 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. OBC വിഭാഗത്തിന് 2 ഒഴിവ്, SC 1, ജനറൽ 1 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യതയായി വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ്. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ മാർക്കറ്റിംഗ് ഓഫ് കൺസ്യൂമർ പ്രൊഡക്ട്സും ആവശ്യമാണ്. ഈ പോസ്റ്റിന്റെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 35 വയസ്സാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് സയന്റിഫിക് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ആണ്. 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയാണ് ഈ പോസ്റ്റിലേക്ക് പേ സ്കെയിൽ വരുന്നത്. 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വേക്കൻസി OBC വിഭാഗത്തിനാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ബിരുദമുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. ഈ പോസ്റ്റിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് സീനിയർ സയന്റിഫിക് ഓഫീസറാണ്. ഈ പോസ്റ്റിന്റെ പേ സ്കെയിൽ വരുന്നത് 56,100 രൂപ മുതൽ 1,77,500 രൂപ വരെയാണ്. 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വേക്കൻസി ജനറൽ വിഭാഗത്തിനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിന്റെ വിദ്യാഭ്യാസ യോഗ്യതകൾ വരുന്നത് സെക്കൻഡ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി, കൂടാതെ 3 വർഷത്തെ സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസുമാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി, കൂടാതെ സെയിം ഫീൽഡിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഈ പോസ്റ്റിന്റെ മാക്സിമം ഏജ് ലിമിറ്റായി വരുന്നത് 40 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് സീനിയർ സയന്റിഫിക് ഓഫീസറാണ്. ഈ പോസ്റ്റിലേക്ക് പേ സ്കെയിൽ വരുന്നത് 56,100 രൂപ മുതൽ 1,77,500 രൂപ വരെയാണ്. 1 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വേക്കൻസി SC വിഭാഗത്തിനാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഉള്ള ബിരുദം, കൂടാതെ സെയിം ഫീൽഡിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഈ പോസ്റ്റിന്റെ മാക്സിമം ഏജ് ലിമിറ്റായി വരുന്നത് 35 വയസ്സാണ്. ഈ പോസ്റ്റിലേക്ക് വരുന്ന അപേക്ഷാ ഫീസ് നോക്കുകയാണെങ്കിൽ സീരിയൽ നമ്പർ 1, 2 പോസ്റ്റുകൾ 500 രൂപയും, സീരിയൽ നമ്പർ 3 മുതൽ 5 വരെയുള്ള പോസ്റ്റുകൾ 400 രൂപ വരെയും, സീരിയൽ നമ്പർ 6 മുതൽ 13 വരെയുള്ള പോസ്റ്റുകൾ 300 രൂപയുമാണ് അപേക്ഷാ ഫീസായി വരുന്നത്. കൂടാതെ SC, ST, PWD, എക്സ് സർവീസ്മാൻ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഈ പോസ്റ്റിലേക്ക് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഓൺലൈൻ വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 15/8/2021 വരെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോസ്റ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപേക്ഷ സമർപ്പിക്കുന്ന ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു. മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവതിയുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.